വെൽക്കം ടു മൈ ചാനൽ സൺഷൈൻ. അപ്പോൾ ഇന്ന് വീഡിയോ ഞാൻ വിചാരിച്ചു നമ്മുടെ ഹെയർ ഒന്ന് കളർ ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊന്ന് ത്രെഡിങ് ചെയ്യാനാണ് ഞാൻ പോകാമെന്ന് വെച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എവിടെ എത്തി നമ്മുടെ ഫെയറിലോട്ടാണ്. നമ്മുടെ ഫെയർ ട്രിവാൻഡ്രം കണ്ണമൂലയിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അവിടുത്തെ സർവീസും എല്ലാം ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയറിലൊന്ന് കളർ അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കളർ അപ്ലൈ ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവരോടൊക്കെ ഞാനെല്ലാം പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ ഹെയറിൽ ഞാൻ ഇന്ന് വരെ ഞാൻ ഒരു കളറോ ഞാൻ ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതനുസരിച്ച് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാനത് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒന്ന് കളർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ഏത് കട്ടാണ് ചെയ്തത്? ലെയർ കട്ട്. അതെ, ലെയർ കട്ട്. ഇതിന് മുന്നേ ഞാനൊരു 9 years ബിഫോറാണ് ഞാൻ ലെയർ കട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ലെയർ കട്ടൊക്കെ വെട്ടി ഞാനതേ ഈ ഒരു കളറ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവർ ഒത്തിരി കളേഴ്സ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഒരു ബെർത്തായിട്ടുള്ള കളർ ഞാൻ ചൂസ് ചെയ്തു. ഞാൻ കോപ്പറാണ് ചൂസ് ചെയ്തത്. എന്നിട്ട് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി കസ്റ്റമേഴ്സ്, ഒത്തിരി ആൾക്കാർ. ഇതൊക്കെ ചെയ്യാൻ തന്നെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണെന്ന്. വേൾഡ്സ് നമ്പർ 1 സലൂൺ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഫെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്ര നല്ല നമുക്കിതെല്ലാം ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കത് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ആദ്യം അവർ ഹെയർ ഒന്ന് വാഷൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഹെയർ എല്ലാം ഒന്ന് കോം ചെയ്ത് നല്ല ഇതൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് അവർ ഡയറക്റ്റ്ലി എനിക്കത് കളറെല്ലാം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് അവർ ഒരു ഹാഫ് ആൻ അവർ അവർ ഇത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് അത്ര വലുതായിട്ട് അങ്ങനെ ടൈമോ അങ്ങനെയൊന്നും തോന്നിയില്ല. എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ ഇതെല്ലാം 1 by 1 എല്ലാമൊക്കെ ചെയ്ത ശേഷം അവർ റിമൂവ് ചെയ്തപ്പോൾ ആദ്യം അത്രയ്ക്ക് വലിയ കളറൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം നല്ല ഡ്രൈ ചെയ്യാൻ ഇത് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്തായിരുന്നു കേട്ടോ. ഈ ഹാഫ് ആൻ അവർ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത ശേഷം ഡ്രൈ ചെയ്യുവാണ് ഇപ്പോൾ. അപ്പോൾ ആ നല്ല മുടിയൊക്കെ നല്ല ഡ്രൈ ആയി വന്നപ്പോൾ കളറെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത കളറെല്ലാം വന്നു തുടങ്ങിയിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ആ കളർ കണ്ടപ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പോലും. സാധാരണ ഞാൻ എല്ലാവരുടെ ഹെയറിൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ എന്തായാലും ഫെയറിലോട്ട് പോയപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെയ്യാമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പറഞ്ഞത് ഒരു 6 months ഒക്കെ ഇങ്ങനെ തന്നെ കിടക്കുമെന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഇത് ചെയ്ത ശേഷം നമുക്ക് അതിനായിട്ടുള്ള ഷാമ്പു ഇതെല്ലാം അപ്ലൈ ചെയ്യാം. ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. ഓക്കെ, പിന്നെ സാധാരണ എനിക്ക് പക്ഷേ ഓയിൽ ചെയ്യണം. നമ്മളിത് ചെയ്ത് കഴിഞ്ഞ ശേഷം അത്ര ഓയിൽ ചെയ്ത് നല്ലതല്ല. നമ്മൾ ഓയിൽ ചെയ്യുവാണെങ്കിൽ കളർ ഫെയ്ഡ് ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്തായാലും എൻ്റെ ഹെയറിൽ ഓയിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓയിൽ ചെയ്യും. പിന്നെ ഓക്കെ, വരുന്നത് പോലെ എന്തായാലും കുറച്ച് നാൾ ഇനിയിപ്പോൾ കളർ ചെയ്തില്ല എന്ന് വേണ്ടല്ലോ. അങ്ങനെ ഞാൻ കളർ ചെയ്തു. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം എല്ലാവരും ഫെയറിലോട്ട് പോവുകയാണെങ്കിൽ ഫെയറിലോട്ട് പോകാം. ഓക്കെ.